പുഷ്പത്തിന്റെ കത്ത് വന്നു. അവര് സുഖമായിരിക്കണം മദ്രാസില്. ശിവകാമിയുടെ അടുത്തും പോയത്രേ. അടുത്ത മാസം വരുന്നു. എന്തോ ഒരു മാജിക് പോലെ അമ്മയുടെ ദേഷ്യമൊക്കെ അങ്ങ് മാറി. ആരോ ഒരു മന്ത്രവാദം ചെയ്ത പോലെ. ഞാനങ്ങനെ ചെയ്തോണ്ടല്ലേ. അപ്പൊ നിങ്ങളൊക്കെ എന്താ പറഞ്ഞേ? എന്ത് ചെയ്തു? അച്ഛൻ ഇതേപോലെ ഒറ്റപ്പാലത്തൊരു മന്ത്രവാദം ചെയ്തായിരുന്നേ. അച്ഛൻ ഇങ്ങൊന്ന് എത്ര പേരെ വിളിക്കാനുള്ള. സോറി, സമയമില്ല. വരൂ. എന്താ മാഡം വേണ്ടത്? ഒന്നും വേണ്ട. അയാൾ എവിടെ പോയി? കാണുന്നില്ലല്ലോ. എന്റെ അമ്മോ, ഒട്ടപ്പക്ഷി. സാർ, അച്ഛനും അമ്മയും കറുത്താണോ വെളുത്താണോ? വണ്ണം കുറഞ്ഞാണോ വണ്ണം കൂടിയതാണോ? അച്ഛന് സാൻഡൽ കളർ ഷർട്ടും കസവും മുണ്ടും. അമ്മയ്ക്ക് ക്രീം കളറിൽ കസവ് ഡിസൈനുള്ള സാരി. സാർ, ഉറപ്പാണല്ലോ? എന്താണോ? ഞങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ നിറവും പൊക്കം വേണ്ട ഞങ്ങൾക്കറിയില്ലേ? ഇല്ലേ ഹേമേ? ഒരു മകനും അച്ഛനമ്മമാരോട് കാണിക്കാത്ത ക്രൂരത അവൻ ഞങ്ങളോട് കാണിച്ചു. അതൊക്കെ ശരി തന്നെ. ജയൻ ഇന്ന് രാവിലെയും വിളിച്ചിരുന്നു. അവന് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് അവന് വിളിക്കാൻ തോന്നിയില്ലല്ലോ. ഇനി വിളിക്കാനെ തീർത്ത് പറഞ്ഞേര്. ഞങ്ങൾക്ക് അവനോട് ഒന്നും സംസാരിക്കാനില്ല. അവൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞെങ്കിൽ എന്താ, നിനക്ക് സംസാരിക്കണോ? ആവാം. പക്ഷെ അവന്റെ വായിലിരിക്കുന്നതൊക്കെ എനിക്കിനി ആവില്ല. മേനോ സാറ് എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. ജയനാണ് നിങ്ങളെ എന്നെ ഏൽപ്പിച്ചത്. ഇപ്പൊ ഇവിടെയാണ് നിങ്ങളെന്നെങ്ങാനും ജയൻ അറിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്നറിയില്ല. അത് അവൻ അറിഞ്ഞാലല്ലേ. അതപ്പൊ നോക്കാം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? സാറ് വയ്ക്കോ, വരുന്നിടത്ത് വെച്ച് കാണാം. എന്നാ ഞാനങ്ങോട്ട്. ആ, എന്താ മോളെ? ഒരുപക്ഷെ മകൻ വന്ന ഞങ്ങളുടെ സ്ഥിതി വീണ്ടും. ഇല്ല മക്കളെ, നിങ്ങളെ അനാഥരായിക്കൊണ്ട് ഞങ്ങൾ എങ്ങും പോകുന്നില്ല. മറ്റേ പാട്ടിയുടെ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്ന അതാ ചെന്നൈ സിസ്റ്റർ. ഫ്രാങ്ക് ആയിട്ട് പറയുന്നോണ്ട് സാറിന് വിഷമം തോന്നരുത്. എപ്പോഴും ഫ്രാങ്ക് ആയിട്ടേ പറയാവൂ. കേൾക്കുന്നയാളിന് വിഷമം തോന്നുന്നു ചിന്തിക്കരുത്. പ്രസിഡന്റ് പറയണം. ആഘോഷിക്കുന്നത് ഷഷ്ടിപൂർത്തിയാണെങ്കിലും ഈ ഉടുപ്പിടുമ്പോ സാറിന് ഒരു 40-45 വയസ്സേ തോന്നുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട് സാർ. എന്നാ കണ്ണൊന്ന് പരിശോധിക്കണം കേട്ടോ. പിന്നെ പ്രസിഡന്റ് പറഞ്ഞാൽ ഒരു സത്യമുണ്ട്. ഈ ശ്രീദേവിയെ കണ്ട ഇപ്പോഴും 17 ഏരിയാണെന്ന് തോന്നുന്നു. സത്യം പറയാലോ, ഒരു കതിർമണ്ഡപത്തിൽ ഇരിക്കുന്ന ഫീലിംഗ് ആണ് ഇപ്പോഴും. നീ പാട്ടി എത്തിയല്ലോ. நமஸ்காரம் நமஸ்காரம். இந்தாங்க எங்களுடைய சின்ன ஒரு பிரசன்டேஷன். என்னது இது? மீட்டிங் எல்லாம் ஒண்ணும் கிடையாதா? அட்லீஸ்ட் ஒரு பாட்டு கச்சேரி, சின்ன ஒரு பாட்டு கச்சேரி. நான் வேணா பாட்டுமா? நான் நல்லாவே பாடுவேன். சீதா கல்யாண வைபோகமே. ഇന്ന് സാറിന്റെ ദിവസമാണ്. സാർ ഒരു പാട്ട് പാടും. അതാണ് കറക്റ്റ്. ഞാനോ? സാറ് പാടിയേ പറ്റൂ. പ്രസിഡന്റ്, ഞാൻ മാറും. പിന്നെ നിർത്താൻ പറയരുത്. കാട്ടുമാക്കാൻ വന്നാലും കർക്കിടമാസവും വന്നാലും കാവൽ നിൽക്കാനാളുണ്ടേ, കഥ പറയാനാളുണ്ടേ.